ഒരേ ലെവലിൽ കുളമ്പ്, ചെവിയ് ഒക്കെ ശ്രദ്ധിക്കണം. തല, കൊമ്പ്. അയ്യോ അതിൽ മാത്രം പറയരുത്. നിങ്ങൾ നമ്മളെ ഏറ്റവും നല്ല കുട്ടികളെ തരുന്നത്. പൈസ എവിടെ നിന്ന് വിളിക്കുന്നത്? കണ്ണൂര്. ഓക്കെ ഓക്കെ. എന്റെ ബില്ലും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബില്ല് ഉൾപ്പെടെയാണ് നമ്മൾ കൊടുത്തു വിടുന്നത്. വീഡിയോ കോളിനകത്തുള്ള പോത്ത് കച്ചവടമാണ് നിങ്ങൾ കാണുന്നത്. നമ്മളുള്ള മലപ്പുറം ബഫലോ ഫാമിലാണ്. ഇന്നലെ ലോഡ് വന്നിട്ട് മുക്കാൽ പോത്തോട്ടിലും തീർന്നിട്ടുണ്ട്. കാരണം അവർ നേരിട്ട് വരാതെ തന്നെ അവർ വീഡിയോ കോൾ, നമ്മുടെ ഫൈസലിനെ വീഡിയോ കോൾ ചെയ്യും. പുള്ളിക്കാരൻ തന്നെ അതിന്റെ വീഡിയോ ലൈവായിട്ട് കാണിച്ച് അതിനെ തൂക്കി കസ്റ്റമേഴ്സിനെ കാണിച്ചിട്ട് അങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം തന്നെ. അതുകൊണ്ട് കസ്റ്റമേഴ്സിന് നേരിട്ട് വരേണ്ട ആവശ്യമില്ല. ദൂരെയുള്ള ആൾക്കാരൊക്കെ പോത്തിനൊക്കെ ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ല. അതാണല്ലോ നമ്മൾ വെയിറ്റ് മെഷീനെ കേട്ടിട്ടുണ്ട്. പുള്ളിക്കാരൻ്റെ ഫോണിൽ ലൈവായിട്ട് കസ്റ്റമർ ഉണ്ട്. അപ്പോൾ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. വെയിറ്റ് ഇല്ലെന്നുകൊണ്ട് ആ മെഷീനെ കാണിക്കും. എന്നിട്ട് ഇഷ്ടപ്പെട്ടതിനെ നമ്മൾ മാറ്റി അവർക്ക് ഇഷ്ടം. ആദ്യം 420 കിലോ കണ്ടോ, നമ്മൾ ആദ്യം എടുത്തത് 380. അപ്പോൾ അവർ പറഞ്ഞ് വലുത് വേണമെന്ന്. 420 കിലോ കേട്ടോ. 76,400 വണ്ടിക്കൂലി നിങ്ങൾക്ക് പകുതി വരുള്ളൂ. കാരണം നമ്മൾ മലപ്പുറത്തു നിന്ന് വെറും 3000 രൂപയ്ക്കാണ് നമ്മൾ കണ്ണൂരിൽ കൊണ്ടു കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു കച്ചവടം കഴിഞ്ഞിട്ടുണ്ട്. ഈ നമ്പർക്ക് ഞാൻ സ്കാനർ അയച്ചുതരാം. ഇത്രയും വണ്ടിക്കൂലിയൊക്കെ എങ്ങനെ കുറച്ച് കൊടുക്കാൻ പറ്റും? ആ റൂട്ടി വേറെ ഓട്ടം ഉണ്ടോ? വേറെ വണ്ടി ഉണ്ടല്ലോ, കുറച്ച് കൊടുക്കാൻ പറ്റും. അഡ്ജസ്റ്റ് ചെയ്തിട്ടൊക്കെ ഓടുന്ന സ്റ്റാഫുകളും തന്നെ അവര് വരുവാണെന്നുണ്ടെങ്കിൽ അവർ ഒരു ദിവസമാണ് പോകുന്നത് അല്ലേ? ഒരു ദിവസം കണ്ണൂരിൽ നിന്നൊക്കെ വരുമ്പോഴല്ലേ? അപ്പൊ അതിന്റെ ആവശ്യമില്ല. നിങ്ങൾ എവിടെ നിന്നായാലും വിളിച്ചോളൂ. ഇപ്പൊ ഫൈസൽ ചെയ്തോളൂ. കാരണം എല്ലാ കുട്ടികളും, എനിക്ക് കൂടുതലും കുട്ടികൾ അങ്ങനെ തന്നെ പോകുന്നത്. നേരിട്ട് വരുമ്പോൾ ഉള്ള വണ്ടിക്കൂലിയെക്കാട്ടി കുറച്ച് നമുക്ക് ഇങ്ങനെ കൊടുക്കാൻ പറ്റും കേട്ടോ. അപ്പൊ നമുക്ക് നല്ല കുട്ടികൾ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കുട്ടികൾ വാങ്ങിക്കാവുന്നതാണ്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം. 380 കിലോ ഇതിനെടുക്ക്. ഇത് നമുക്ക് 585 കിലോ ഈ 3 പീസ്. നമ്മുടെ കുറ്റിപ്പുറത്തെ പാർട്ടി അല്ലേ? കുറ്റിപ്പുറത്തുള്ള നമ്മൾ തൂക്കി അങ്ങോട്ട് ഇറക്കിയിട്ടേ ഉള്ളൂ. സ്ഥലത്തേക്ക് വേണ്ടിയിട്ട് നമുക്ക് 3 എണ്ണത്തിനായിരുന്നു ഇവിടുന്ന് എടുത്തേക്കുന്നത്. കുട്ടികൾ എങ്ങനെയുണ്ട്? അടിപൊളി കുട്ടികളല്ലേ? പ്രത്യേകിച്ച് നോക്കാൻ ആവശ്യമില്ല. ഓക്കെ, എന്തായാലും അടിപൊളി കുട്ടികളെ ചേട്ടൻ എടുത്തേക്കുന്നത് കേട്ടോ. ആണല്ലേ? അപ്പൊ പിന്നെ ഇതായിട്ട് വരത്തില്ല. ശരി. അപ്പൊ ഇന്നലെ തന്നെ ഒന്ന് മാർക്ക് ചെയ്തല്ലേ? ഇതാണ് ശ്യാമ. ഫൈസൽ ബ്രോ, ഇത് രണ്ടും എങ്ങോട്ടുള്ള പാർട്ടി? എന്ത് പാർട്ടി? 117 കിലോ. ഇത് നമുക്ക് 123 കിലോ. രണ്ടും ഒരേ സ്ഥലത്ത് തന്നെ പോകുന്നത്. നമ്മളെ വലുതിന്റെ അതേ ക്വാളിറ്റിയാണ്. അതാണ് ഞാനും പറയാൻ വേണ്ടി വന്നത്. നമ്മള് 200 കിലോ എടുത്തു കഴിഞ്ഞാലും 110 കിലോ എടുത്തു കഴിഞ്ഞാലും ഒരേ ക്വാളിറ്റി. നമ്മുടെ ഫാം പറഞ്ഞാല് ഇടുക്ക് ഇങ്ങനത്തെ കുട്ടികളെ എടുക്കും. ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ഒരേ ലെവല്. ഹെഡൊക്കെ ഓക്കെ. ചെറിയ കുട്ടികളായ പോലും അത്യാവശ്യം നല്ല വാലറൊക്കെ ഉണ്ട്. എല്ലാം ഉണ്ട്. ഇതുണ്ട്. അതിപ്പോ ഒരു ടീം എടുത്താണ് 3 പീസ് ഒരുമിച്ച്. ഓക്കെ, കുട്ടികളെ അതിന്റെ ക്വാളിറ്റി ഒക്കെ എല്ലാം ഒന്നിനൊന്നും മെച്ചമായിട്ടുള്ള കുട്ടികളല്ലേ? ഒറ്റ പാർട്ടിക്ക് പോകുന്നതാണെങ്കിൽ ഒരു പാർട്ടിക്ക്. ഇത് കണ്ട ഈ കുട്ടീനെ കണ്ടത് ഫുൾ ബ്ലാക്ക് അല്ലേ? ഫുൾ ബ്ലാക്ക്. ഇതൊക്കെ കളർ കണ്ടാ കുട്ടികളെ? അതെ, ഒരു മിനിക്കോനികളോ പണികളോ ഒന്നും കുളിപ്പിച്ചിട്ട് പോലും ഇല്ല. പരിപാടി ചാണകം എല്ലാം നിങ്ങൾക്ക് കാണാം. ആ കുട്ടിയുടെ കളറൊക്കെ നോക്കി. അതാണ് നമ്മുടെ മലപ്പുറം ബഫലോ ഫാം. ഓൾറെഡി അന്നും ഇന്നും. അതെ മലപ്പുറം പുത്തന്താണ്. ഓക്കെ, എത്ര എണ്ണം എടുത്തു? ഇന്ന് 3 എണ്ണം എടുത്ത്. നേരത്തെ ഇവിടെ വന്നിട്ടുണ്ടോ? നേരത്തെ ഇവിടെ വന്നിരുന്നു. അപ്പൊ നല്ല പോത്തും കുട്ടികളാണ്. ഇന്നാള് കൊണ്ടുപോയിരുന്നു 4 ഓക്കെ, അത് നല്ല വളർച്ച കിട്ടിയതിന്. നല്ല വളർച്ചയുള്ളതാണ്. 2 പ്രാവശ്യം ഞങ്ങൾ ഇവിടുന്ന് കൊണ്ടുപോയിക്കണം. 3ാമത്തെ തവണ ഇപ്പൊ വരുന്നല്ലേ? ചേട്ടാ എത്ര ഉണ്ട് തൂക്കണം? 480 അല്ലേ? ഓക്കെ, ആവറേജ് ഒരു 220 240 വെച്ചിട്ടുണ്ട്. അപ്പൊ എന്തായാലും പോത്ത് വളർത്തൽ നേരത്തെ ഉള്ള ആളാണോ? ഉണ്ട്. നമ്മൾ നാട്ടിലത്തെ പോത്ത് ഇതുവരെ എടുത്തത്. ഇവിടുന്ന് ഫസ്റ്റ് ആയിട്ടാണ് എടുക്കുന്നത്. ബഫലോക്സിന് ആദ്യമായിട്ട് വരുന്നത്. കാണുമ്പോൾ തന്നെ ആ ഒരു വ്യത്യാസം അറിയാലോ. മുറയുടെ നല്ല വ്യത്യാസമാണ്. നല്ല വ്യത്യാസമുണ്ട്. ചേട്ടാ നല്ല സൈസ് ഉള്ള 2 പോത്തുകളല്ലേ? അതെ, നല്ല സൈസുള്ള 2 പോത്തുകൾ. രണ്ടും എത്ര തൂക്കം ഉണ്ട്? ഇത് രണ്ടും പാടി 500 കിലോത്തിന്റെ അടുത്ത് വരും. 495 കിലോ 2 പോത്ത് അല്ലേ? ഓക്കെ, ഇത് എങ്ങോട്ടാ കൊണ്ടുവന്നത്? ഇത് കോട്ടക്കലാണ്, മലപ്പുറം കോട്ടക്കല്. പറപ്പൂര് പറഞ്ഞ സ്ഥലം. ശരി, പാർട്ടി വന്നില്ലയോ? പാർട്ടി വന്നിട്ടില്ല. പാർട്ടി ഇന്നലെ വൈകുന്നേരത്ത് വന്ന് ബുക്ക് ചെയ്ത് പോയതാ. ഓക്കെ, ഇന്നലെ വൈകുന്നേരം പുള്ളിക്കാരൻ വന്നിട്ട് മാർക്ക് ചെയ്ത് 2 മാർക്ക് ചെയ്തല്ലേ? ഏറ്റവും നല്ല കുട്ടികളെ നമ്മുടെ ഫാമിന്റെ പേര് പോകാത്ത രീതിയിലുള്ള അങ്ങനെ നമ്മൾ ഇവിടെ വന്നാലും എനിക്കൊന്ന് പകുതി കൂടുതലും വീഡിയോ കോൾ തന്നെ അല്ലേ? അത് നിൽക്കണോ കുട്ടി? ആ കുട്ടിയാണ് നമ്മുടെ അടുത്ത്. കുട്ടി എന്നാ സ്ട്രക്ചർ നോക്കി. അടിപൊളി 2 കുട്ടിയെന്ന് നോക്കിക്കോളൂ. ഒന്ന് ചെറുത് ഒന്ന് വലുത്. സ്ട്രക്ചർ എല്ലാം അടിപൊളി. അതാണ് പറഞ്ഞത്. നമുക്ക് ചെറുതും വലുതും ഒക്കെ ഒരേ രീതി. തൂക്കത്തിൽ മാത്രം വ്യത്യാസം, മാത്രം മാറ്റം. ബാക്കി ഒരു ഇതിൽ എടുത്ത കുട്ടിയാണ് ഈ സാധനം. ഒരേ സ്ഥലത്ത് നിന്ന് കിട്ടിയ കുട്ടി. ക്വാളിറ്റി നമ്മള് ചുമ്മാ വെറുതെ ഇതൊക്കെ ചള്ളി പോലും മറിഞ്ഞിട്ടില്ലേ? ചാണകം പോയി കിടക്കുന്നു. എന്റെ ഹൈറ്റ്, ഈ നീളം, ഇതൊക്കെ ഹെഡൊക്കെ ഈ പുള്ളിക്കാരൻ്റെയാണ്. ബ്രോ എവിടുന്ന് വരുന്നത്? നിലമ്പൂരിന്ന്. പോത്തിനെ വന്ന് മാർക്ക് ചെയ്തു? അതോ വീഡിയോ കോൾ കണ്ട് മാർക്ക് ചെയ്തു? ഇന്നലെ ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ടോ? അപ്പൊ ലോഡ് വന്നപ്പോൾ തന്നെ വിളിച്ച് പറഞ്ഞായിരുന്നു അല്ലേ? ഓക്കെ, തൂക്കി പോലും ഒന്നും നോക്കിയില്ല, വന്ന് മാർക്ക് ചെയ്തു. ഇനി നമ്മൾ തൂക്കാൻ വേണ്ടി പോവാ. അടിപൊളി കുട്ടിയാണോ? എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. കുറെ സ്ഥിരം എവിടെ എടുക്കുന്ന ആളല്ലേ? ഇതേപോലൊക്കെ തന്നെ അല്ലേ? ഓക്കെ, അപ്പൊ പിന്നെ പ്രത്യേകിച്ച് ചോദിക്കേണ്ട ആവശ്യമില്ല. ആ ഒരു ക്വാളിറ്റി ഉള്ളതുകൊണ്ടല്ലേ വീണ്ടും വീണ്ടും വരുന്നത് അല്ലേ? ചേട്ടാ ഇത് എത്ര തൂക്കം? 189.
189 കിലോ. പാർട്ടി വന്നില്ല, ചേട്ടനെ ഏൽപ്പിച്ചേക്കും അല്ലേ? വീഡിയോ കോൾ ചെയ്ത് അവർ തൂക്കെല്ലാം എടുത്തു, ഇഷ്ടപ്പെട്ടു. നമ്മൾ ഇവിടെ തന്നെ കൊണ്ടുപോയി കൊടുക്കുക. ഇത് എങ്ങോട്ടുള്ള ഇത്? ഇത് കൊപ്പം തൃത്താല. എത്ര പോത്താ ഇത്? ഇത് 4 പീസ് ഉണ്ട്. ഇത് 3 കയറ്റി ഒരെണ്ണം അവിടെ കെട്ടിട്ടുണ്ടല്ലേ? ഓക്കെ, ഒറ്റ പാർട്ടിയാണോ അതോ? ഒരു പാർട്ടിയാ. ഒരു പാർട്ടി. അതാ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്ന് എടുത്തപ്പോഴേ ശരി, അവര് വളർച്ച കണ്ടിട്ട് വീണ്ടും പറഞ്ഞു. നമുക്ക് സ്ഥിരം പാർട്ടികളല്ലേ? അവര് ഇവിടുന്ന് കൊണ്ടുപോകും, അത് വളർത്തും, കൊടുക്കും. പെട്ടെന്ന് വളർന്നുകൊണ്ട് അവർക്ക് ഇത് വീണ്ടും വീണ്ടും അവര് വന്നിട്ട് എടുക്കല്ല, നമ്മൾ വീഡിയോ ചെയ്തെടുക്കാണ്. നമുക്ക് ഒരു തവണ വന്നു കഴിഞ്ഞാൽ പിന്നെ കണ്ടിന്യൂസ് നമ്മുടെ എടുത്തോണ്ടിരിക്കല്ലേ? ഇത് കോഴിച്ചനാ. ചേട്ടനുള്ളതാണോ? അല്ലല്ല, അത് വേറെ പാർട്ടി ഓ, നമ്മള് പോത്തിനെ കൊണ്ട് കൊടുക്കാൻ അവർക്ക് നമ്മൾ വീഡിയോ ഇട്ട് കൊടുക്കും. ശരി, കാണിച്ചു കൊടുത്തിട്ട് വീഡിയോ ആയിട്ട് കാണിച്ചു കൊടുക്കും. ഒരു പോത്തേ ഉള്ളോ? ഒരു പോത്തുള്ളൂ. എങ്ങനെയുണ്ട് കുട്ടിയുണ്ട്? കുട്ടി അടിപൊളി കുട്ടി, നല്ല വളർച്ചയുള്ള സൈസാണ്, നല്ല വാലർക്കുണ്ട്. വാലുൾപ്പെടെ വാലും എല്ലാം കറുപ്പല്ലേ? നല്ല കറുപ്പാ. നമ്മളെ ഏറ്റവും നല്ല കുട്ടികളെ നമ്മൾ ഇവിടുന്ന് കയറ്റി വിടുള്ളൂ, നമ്മൾ വീഡിയോ കോൾ ചെയ്ത് കാണിച്ചു കൊടുക്കുമ്പോൾ. ഓക്കെ, അത് ഭയങ്കര ഉത്തരവാദിത്തമാണ് നമുക്ക്. അതെ, കൊണ്ടെത്തിക്ക് ഇറക്കി കൊടുക്കുന്നതിനും വരെ ക്വാളിറ്റി കുറയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ആളുകൾ വിളിക്കൂല. അതെ, ബുക്കിങ്ങിന് നമ്മുടെ ആ വീഡിയോക്ക് അതാണ് കാണുന്ന നമ്പറിൽ തന്നെ വിളിച്ചാൽ നമ്മളെ താഴെ കാണാൻ നമ്പറിൽ വിളിച്ചാൽ